അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വെച്ച് ഏകദേശം ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ടാണ് അവിടുത്തെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെയും ഇടയിൽ ഒരു വിദ്യാർത്ഥിനി വീണ് കിടപ്പുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ പോലീസ് ലഭിക്കുന്നത്. ആയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ 3:30 മണിയാകുമ്പോഴേക്ക് ആ വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ക്രൈം നമ്പർ 202/2026 ചക്രക്കൽ പോലീസ് സ്റ്റേഷനിൽ 194 BNSS ആയി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്ന് പലവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ ഈ കേസിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് ഫോം ചെയ്തു. 7 അംഗ അന്വേഷണ സംഘം, ജില്ലാ സൈബർ സെല്ലിൻ്റെ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള ഒരു അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണ മധ്യേ ഈ വിദ്യാർത്ഥിയുടെ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി പോലീസിന് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം പലവിധങ്ങളായിട്ടുള്ള മൊബൈൽ ചാറ്റ് അല്ലെങ്കിൽ വോയിസ് കോൺവെർസേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ആയതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ അതിലേക്ക് അബറ്റ്മെൻറ്റ് സൂയിസൈഡ് ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് സെക്ഷൻ 3(1) ക്ലോസ് R മറ്റ് അനുബന്ധ വകുപ്പുകൾ ഉൾപ്പെടെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വകുപ്പിൻ്റെ സെക്ഷൻസും കൂടെ നിലവിൽ ഈ കേസിലേക്ക് പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആണിപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു FIR ഇന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 12/26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ-ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത് ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. മറ്റു കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിൻ്റെ മധ്യയാണ് വിലയിരുത്താൻ വേണ്ടി കഴിയും. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ നവംബർ-ഡിസംബർ മാസത്തിൽ ലഭിച്ചൊരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ പരാതി പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷേ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതൊരു ഹണി ട്രാപ്പ് അതുമാതിരിയുള്ളതാണോ? അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും പക്ഷെ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് കൊണ്ട് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിൻ്റെ രേഖകളിൽ പോലീസ് സ്റ്റേഷൻ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിൻ്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് കോളേജിൻ്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകളുണ്ട് എന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ രേഖകൾ നമ്മൾ ഈ കേസിലേക്ക് എടുത്തിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വോയിസ് കോൺവെർസേഷൻ വന്നത് വളരെ സീരിയസ് ആയിട്ടാണ് പോലീസ് ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്. ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത് ഏത് കാലയളവിലുള്ള വോയിസ് ആണ് എന്നുള്ളതൊക്കെ ഒരു സൈബർ അനാലിസിസിലൂടെ മാത്രമേ ഏത് കാലയളവിലാണ് ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഈ വിഷയത്തിലേക്ക് വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോറൻസിക് എക്സാമിനേഷൻ വിധേയമാക്കുന്നത് വഴി മറ്റ് എവിഡൻസും കൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിലെ പല വിദ്യാർത്ഥികളും ഈ ഒരു ട്രോമയിലും കൂടെയാണ്. അപ്പോൾ അതും കൂടെ അവരുടെ ഒരു മാനസിക നില കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ മുഴുവൻ വിദ്യാർത്ഥികളെയും കോൺഫിഡൻസ് എടുത്തുകൊണ്ടായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. ഏതെങ്കിലും തരത്തിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അത് മൊഴി പറയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോൺഫിഡൻസും വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് മൊഴി രേഖപ്പെടുത്തും.
ആയതിലേക്ക് ഏതെങ്കിലും രീതിയിലേക്കുള്ള എവിഡൻസ് ലഭിക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളും പോലീസ് ചെയ്യും. പ്രൊമൈസസുമായി ബന്ധപ്പെട്ടിട്ടോ റാഗിങ്ങിന്റെ അലിഗേഷൻസ് ഇപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് ഏതൊക്കെ രീതിയിലേക്കുള്ള അലിഗേഷൻസ് ആണോ ഏതൊക്കെ രീതിയിലേക്കുള്ളതാണോ അവർക്ക് എവിഡൻസ് ആയിട്ട് ഈ കേസിലേക്ക് നൽകാനുള്ളത് ആയതും കൂടെ കളക്ട് ചെയ്തുകൊണ്ട് മേൽപ്പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. കൊടുത്താണ് ഈ നമ്പർ അല്ലെങ്കിൽ ഈ ലോൺ അതായത് നമുക്ക് കൂടുതലായിട്ടുള്ള പരിശോധനയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കോൺടാക്ട്സ് ഓൾറെഡി പലപ്പോഴും ലോൺ ആപ്പ് കേസുകളിൽ രണ്ട് തരത്തിൽ സംഭവിക്കും. ഒന്നുകിൽ നമ്മുടെ കോൺടാക്ട്സ് അവരുടെ കയ്യിലേക്ക് നമ്മൾ തന്നെ വോളണ്ടറിലി ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ആപ്പ് പെർമിഷൻസ് കൊടുക്കുന്ന സമയത്ത് ആക്സസ് ടു കോൺടാക്ട്സ് എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ കൊടുക്കുകയാണ്. പക്ഷേ ആയത് സൈബർ അനാലിസിസിലൂടെ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റൂ.